ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ OHP ഗ്ലാസ് ഷീറ്റ് കൊണ്ട് ലോട്ടസാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഷീറ്റ് എടുക്കുക. ഇതിപ്പം കുറച്ച് വീതി കൂടുതലാണ്, ഇതിൻ്റെ ഹാഫ് മതി. ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് നീളത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് എത്ര വലിപ്പം വേണോ അത്രയും വലിപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു മീഡിയം സൈസിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ആ ഒരു വീതി ഉണ്ട്, ഇത്ര വീതിയെ ഞാൻ എടുക്കുന്നുള്ളൂ. ഇത്ര വീതിയായിരിക്കും നമുക്ക് സ്യൂട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് വീതി ആകുമ്പോഴത്തേക്ക് കുറേ നല്ല വണ്ണം തോന്നിക്കും. ഇതാകുമ്പോഴത്തേക്ക് ഒരു മീഡിയം നമുക്ക് കാണാൻ ഭംഗിയുണ്ട്, അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഞാൻ റൗണ്ടും ചെയ്ത് അതാ മുട്ടിൻ്റെ ഒരു ഉണ്ടല്ലേ ഒരു ഓവൽ ഷേപ്പ്, അത് അതിൻ്റെ ആ ഒരു എതളിന് വേണ്ടി പെറ്റൽസിന് വേണ്ടിയിട്ട് എല്ലാം ഒട്ടിച്ചിട്ടിട്ടുണ്ട്. ഇത് ഈ തണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ നീളത്തിൽ അത് 4 സൈഡും നമ്മൾ കവർ ചെയ്ത് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. അത് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് അത് 4 എണ്ണവും ഇത് നമ്മൾ B7000 എന്ന ഗം കൊണ്ട് ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി ഉണ്ടല്ലേ നല്ല നീറ്റായിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാം. നമ്മളത് 4 സൈഡും കവർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പിടിച്ച് നിർത്താനുള്ള ഒരു ബലം അതിന് ആ ഒരു വെറും ഗ്ലാസ് ഷീറ്റായിട്ട് നമുക്ക് തോന്നത്തില്ല. ഇനിയെന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു പെറ്റൽസിന് വേണ്ടിയിട്ട് പെറ്റൽസ് ആ കട്ട് ചെയ്ത് അത് ഒട്ടിച്ചിരിക്കുന്ന മടക്കിയ ഒരു സൈഡ് മടക്കിയിട്ട് ബാക്കി 2 സൈഡും ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ആ ഒരു ലോട്ടസിൻ്റെ ഓരോ പെറ്റൽസിന് വേണ്ടിയിട്ട് കണ്ടില്ലേ ഓരോ സൈഡും ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞു. ഒരു സൈഡാണ് ഒട്ടിക്കുന്നത്. ഒരു സൈഡ് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഒരു ലെയർ ഒട്ടിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് ആ ഒരു എതള് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗോൾഡൻ പിന്നെ നമ്മളിത് ഫോം ഷീറ്റ് കട്ട് ചെയ്ത് അത് ഒട്ടിച്ച്, പിന്നെ ഈ ബബിൾസുകളുണ്ട്. വളരെ സിമ്പിളായിട്ട് തുച്ഛമായിട്ടുള്ള റേറ്റേ ഉള്ളൂ ഈ ബബിൾസിനും. അത് നമ്മളിപ്പോൾ ഈ ബബിൾസ് ഇല്ലെങ്കിൽ നമ്മൾ വേറെ അതിൻ്റെ കൂടെ മിനുക്കപ്പൊടിയൊക്കെ ഇട്ട് എൻ്റെ കയ്യിലുള്ളതെല്ലാം കൊണ്ട് ഞാൻ അതിൻ്റെ ഓരോ പെറ്റൽസും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഇതെന്ന് വെച്ചാൽ സോപ്പാണ്, ബാർ സോപ്പ് കട്ട് ചെയ്തതിലാണ് ഞാനിതിൽ ആ ഒരു ഗോൾഡൻ വയർ അമർത്തി അത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഉണ്ടല്ലേ ഒരു സ്റ്റാൻഡ്, അതും ഇവിടെ കിടന്നൊരു വേസ്റ്റാണ്. ഇനി ആ ഒരു തണ്ടിൻ്റെ അകത്തോട്ടെന്ന് വെച്ചാൽ നമ്മൾ ഗ്രീൻ ഉണ്ടല്ലേ ഫോം ഷീറ്റ് അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്ത് അത് ഒട്ടിച്ച് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ലെയർ നമ്മൾ ആ റൗണ്ട് ചെയ്തത് അത് ഒട്ടിച്ചിട്ട് ആ റൗണ്ടിലാണ് ഈ ഒരു പെറ്റൽസുകളെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. ആ ഒരു തണ്ടിൽ നിന്നോളൂ, കാരണം അതിൻ്റെ അകത്ത് നമ്മൾ ഗോൾഡൻ വയറാണ് അതിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ആ ഒരു 4 സൈഡും ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് അതിൻ്റെ താഴെയും തിരിച്ച് വെച്ച് ആ ഒരു B7000 നല്ല ഒരു ഗമ്മാണ്. നമ്മളെ ഫെവി ബോണ്ടിൻ്റെയും കാഴിയും നല്ലൊരു ഗമ്മാണ്. അത് ഇതുപോലെ ഒട്ടിച്ച് താഴെ മുകളിലുമായിട്ട് മുകളിൽ 6 ലെയറായിട്ട് താഴെയും 6 ലെയറായിട്ടാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. മനോഹരമായിട്ട് വ്യത്യസ്തമായിട്ട് മറ്റൊരു ഗ്ലാസ് ഷീറ്റിൻ്റെ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വെറുതെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഈ ഒരു ഗ്ലാസ് ഷീറ്റിൻ്റെ ഈ ഒരു മോഡൽസുകൾ. എളുപ്പത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് ശ്രദ്ധയോടെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, മനോഹരമാക്കി എടുക്കാൻ പറ്റും.